നമസ്കാരം. ശ്രീകല ദിനേശ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ശ്രീശുകൻ പറഞ്ഞു, യമദൂതന്മാർ വേദധർമ്മത്തെ പറഞ്ഞ് നിർത്തിയപ്പോൾ ഭഗവത് പാർഷദന്മാർ പറഞ്ഞു, അഹോ കഷ്ടം, ധർമ്മജ്ഞന്മാർക്കിടയിലും അധർമ്മം കടന്നുകൂടിയിരിക്കുന്നുവല്ലോ. ധർമ്മത്തെ രക്ഷിക്കേണ്ടവർ തന്നെ നിരപരാധികളെ ശിക്ഷിക്കുന്നു. രക്ഷാധികാരികൾ തന്നെ മര്യാദയെ അതിക്രമിച്ചാൽ പ്രജകൾ ആരെ ശരണം പ്രാപിക്കും? ശ്രേഷ്ഠന്മാർ ചെയ്യുന്നതാണ് ധർമ്മമെന്ന് കരുതി മറ്റുള്ളവർ അതിനെ പിന്തുടരുന്നു. അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരെ ദ്രോഹിക്കുന്നത് യോഗ്യമാണോ? ഈ ബ്രാഹ്മണൻ പ്രായശ്ചിത്തം ചെയ്തില്ലെന്ന് ആരു പറഞ്ഞു? ഇവൻ ശ്രീഹരിയുടെ തിരുനാമം ഉച്ചരിച്ചത് നിങ്ങൾ കേട്ടില്ലേ? അത് മതിയായ പ്രായശ്ചിത്തമാണല്ലോ. മോക്ഷത്തെ കൂടി നൽകാൻ അത് പര്യാപ്തമാണ്. നാരായണ എന്ന 4 അക്ഷരം പറഞ്ഞ ക്ഷണത്തിൽ അവന്റെ സകല പാപങ്ങളും നശിച്ചു കഴിഞ്ഞു. നിശ്ചയം, മോഷണം, മദ്യപാനം, മിത്രദ്രോഹം, ബ്രഹ്മഹത്യ, ഗുരുതൽപഗമനം, പശു, സ്ത്രീ, രാജാവ്, പിതാവ് എന്നിവരുടെ വധം എന്നിങ്ങനെ പ്രായശ്ചിത്തമില്ലാത്ത മഹാപാപങ്ങൾ ചെയ്തു പോയാൽ പോലും ശ്രീഹരിയെ ഭക്തിപൂർവകം സ്മരിച്ചുകൊണ്ട് തിരുനാമ സങ്കീർത്തനം ചെയ്താൽ ഉത്തമമായ പ്രായശ്ചിത്തമായി. ശാസ്ത്രോക്തങ്ങളായ മറ്റു പ്രായശ്ചിത്തങ്ങളൊന്നും തന്നെ അത്രത്തോളം പരിശുദ്ധി കൈവരുന്നില്ല. എന്തെന്നാൽ ആ പ്രായശ്ചിത്തങ്ങൾ ചെയ്തുപോയ പാപങ്ങളെ മാത്രമേ തീർക്കുന്നുള്ളൂ, വാസനകളെ നശിപ്പിക്കുന്നതേയില്ല. ഉത്തമ ശ്ലോകന്റെ ഗുരുനാമ സങ്കീർത്തനമാവട്ടെ പാപങ്ങളെ വാസനാസഹിതം ഉന്മൂലനം ചെയ്യുന്നു. സ്വജനങ്ങൾക്ക് രാമ, കൃഷ്ണ, ഹരി എന്നിങ്ങനെ ഭക്തനാമങ്ങളിട്ട് സാങ്കേത്യമായി വിളിക്കുകയോ, വെണ്ണക്കട്ട കൃഷ്ണൻ, ഗോപികകളുടെ ചേല കവർന്ന കണ്ണൻ, ഗോപാലൻ, ശ്രീദാമാവിനെ തോളിൽ ചുമന്ന ശ്രീധരൻ എന്നിങ്ങനെ പരിഹസിക്കുകയോ, രാഗാലാസ ലാഭരസ പൂർത്തിക്കായി ഹരി, രാമ എന്നിങ്ങനെ സ്തോഭമായി ഉച്ചരിക്കുകയോ, കൃഷ്ണനെ ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൃഷ്ണനെയും വേണ്ട എന്ന വിധം കേളനമായിട്ടോ ഏതെങ്കിലും ഭാവത്തിൽ വൈകുണ്ഠനാഥന്റെ തിരുനാമത്തെ ഉച്ചരിച്ചാൽ മതി. ജന്മാന്തരങ്ങൾ ചെയ്ത അശേഷ പാപവും ഭസ്മമാകുന്നു എന്ന് തിരുനാമഹിമയെ അറിയുന്ന മഹാത്മാക്കൾ പ്രഖ്യാപിക്കുന്നു. ഇവിടെ അധികാരഭേദമില്ല. പതിതനോ, സ്ഖലിതനോ, ഭക്തനോ, സമ്പുഷ്ടനോ, തപ്തനോ, ആഹതനോ ആരുമാവട്ടെ, ഔഷധ നിമിത്തം ഹരി എന്ന് ഉച്ചരിക്കുന്നവന് ഒരിക്കലും നരകയാതന അനുഭവിക്കേണ്ടി വരികയില്ല. ഋഷികൾ പാപത്തിന്റെ താരതമ്യമനുസരിച്ച് തപോദാനാദി പ്രായശ്ചിത്തങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവ ചെയ്തുപോയ പാപങ്ങൾക്ക് പരിഹാരമാകും. എന്നാൽ പാപങ്ങൾക്ക് ആധാരമായ വാസനകൾ നശിക്കുന്നില്ല. അതിനാൽ വീണ്ടും പാപകർമ്മങ്ങൾ ചെയ്യാനിടയാകും. തിരുനാമ സങ്കീർത്തനം കൊണ്ട് മാത്രമേ പാപങ്ങൾ വാസനാസഹിതം നിശേഷം നശിച്ച് മനസ്സ് പരിശുദ്ധമാകുകയുള്ളൂ. തിരുനാമത്തിന്റെ മാഹാത്മ്യമറിഞ്ഞ് കീർത്തനം ചെയ്തെങ്കിലേ ആ ഫലമുള്ളൂ എന്നുമില്ല. അറിഞ്ഞോ അറിയാതെയോ ഉത്തമ ശ്ലോകന്റെ തിരുനാമങ്ങളെ കീർത്തിച്ചാൽ സമസ്ത പാപങ്ങളും നശിക്കും. അഗ്നിയെ അറിയാതെ തൊട്ടാലും കൈകൊള്ളുന്നില്ലേ? മരുന്നിന്റെ ഗുണമറിയാതെ സേവിച്ചാലും രോഗം മാറുന്നതുപോലെ അതുപോലെ തിരുനാമ മഹിമയറിയാതെ കീർത്തിച്ചാലും പാപങ്ങൾ നശിക്കുന്നു. തിരുനാമ കീർത്തനം കൊണ്ട് തീരാത്ത പാപങ്ങൾ ഇല്ല തന്നെ. എന്തിനധികം പറയുന്നു? എപ്പോൾ പുത്രന് നാരായണ എന്ന് പേരിട്ടുവോ അപ്പോൾ തന്നെ ഇവ പരിശുദ്ധനായി കഴിഞ്ഞു. മരണസമയത്തിൽ പാവന ഹരിനാമം ഉച്ചരിച്ച ഇവനെ നിങ്ങൾ തൊട്ടുപോകരുത്. ഇപ്രകാരം പറഞ്ഞിട്ട് ഹരിദാസന്മാർ അജാമിളനെ യമപാശത്തിൽ നിന്നും മോചിപ്പിച്ചു. യമഭടന്മാർ ഭയപ്പെട്ട് പിൻവാങ്ങി. വിവരം അറിയിക്കാനായി യമധർമ്മരാജാവിന്റെ സമീപത്തേക്ക് പോയി. ബാക്കി ഭാഗം അടുത്ത ഭാഗത്തിൽ പറയാം. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.